കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി. പ്രസാദം അമ്പലത്തിൽ പോയി വരികയാണോ? അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോടു ഞാൻ എന്റെ പരിഭവം പോയി പറഞ്ഞു പോയി ഞാൻ. മോളുടെ പേരെന്തായിരുന്നു? ശ്വേത. ശ്വേതാമരപ്പൂവിൽ നിലാക്കടലിൽ പൂക്കും പുണ്യമല്ലോ നീ. ഏതോ ഒരു പരിപാടിയിലൊക്കെ ഉള്ളതല്ലേ? ഞാൻ കോമഡി മാസ്റ്റേഴ്സിന്റെ ആങ്കർ. ശരി ശരി ശരി. പേരെന്തായിരുന്നു? എലീന പഠിക്കൽ. എലീന എലീന കരളെ നീ കൈ പിടിച്ചാൽ. പ്രസാദം. അയ്യോ, കരളെ നീ കൈ പിടിച്ചാൽ. കയ്യെ പിടിച്ചാൽ ഞാൻ കൈ അടിച്ചു അടിക്കും. പ്രസാദം എല്ലാവർക്കും തരാം. പിടി. അതിന് അത്യാഗ്രഹമോ? പേരെന്തായിരുന്നു മോന്റെ? ഡോക്ടർ അഖിൽ. ഡോക്ടർ അഖിൽ. അഖിലാണ്ട മണ്ഡല മണി ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ് നീന്തി കുളിച്ചു. മോള് കൊടുത്തോ? പേരെന്തായിരുന്നു? ആലിസ്. ആലിസായന്തനം. എന്റെ പേരും അഖിലാണ്. സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ. മൊഴി നെടുമങ്ങാടുള്ള സ്ഥലമല്ലേ? തുടങ്ങുമ്പോ പൊളിക്കല്ലേ. മോളുടെ പേരാ? ഡയാന. ഡയാന കൊടുത്താലും കിളി ആശ കൊടുക്കാമോ വെച്ചോ. ഇതെന്തായിരുന്നു? ഇത് മുന്തിരി മാമ. അല്ലാതെ മുഖമൂടിയോ ചാപ്പല്ലെന്ന് എനിക്കറിയാം. ഒരെണ്ണം എടുത്തോട്ടോ മോനെ. എടുത്തോ. ആയി നല്ല കൊള്ളാം. മുന്തിരി പാടം പൂത്തു നിക്കണം. മൊത്തത്തിൽ കൊണ്ടുപോവാമോ? നെഞ്ചിൽ കാത്ത് വെച്ചോളാം. ഒരു മുന്തിരി എടുത്തതിനാണ് ഇത്രയും കുഴപ്പം. ഒറ്റയ്ക്കിരുന്ന് കഴിക്കാം എല്ലാം കൂടാ. ഒരു പാവപ്പെട്ട ഒരു മാമ ഇവിടെ വീട്ടിലുണ്ട്. ആരും നോക്കാനും ഇല്ല. എന്ത് ചെയ്യും? നിങ്ങറിയാവുന്നല്ലേ? എവിടെ പോയി? ഗുളിക കാണാനില്ല. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്ക് കത്തിച്ചു വെക്കാൻ പോലും ആരും ഇല്ല. ഊരിൽ കാവിന്റെ മുറ്റത്തെ മുല്ലയ്ക്ക് വെള്ളം ഒഴിച്ചാന്തോ. എന്തോ ആവട്ടെ, തൈലമൊക്കെ തേച്ച് കളയാം. എന്റെ കാര്യം നോക്കാം. ഇവിടെ ഒരു അമ്പിളി അമ്മ താമരക്കുട്ടനുണ്ടായിരുന്നു. അയ്യോ, തൈലവും കുഴപ്പമൊക്കെ തേക്കാനാണ് അവനെ ഇവിടെ കൊണ്ട് നിർത്തിയിരുന്നത്. പക്ഷെ ഒരു കാര്യത്തിനും ഇല്ലാന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ. അഴകാലില മഞ്ഞച്ചരലില കൂന്താലി. കൂന്താലിയാ? എന്ന് പറയാത്ത വാക്യം. കാതോട് കാതോരം കാതോട് കണ്ണും കണ്ണും ചെത്തിപ്പൂ മഞ്ഞു വിരിഞ്ഞു. മലവേലെ തിരിവച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതോകും പെണ്ണല്ലോ ഇടുക്കി. അത് കിടുക്കി. എല്ലാം ഞാൻ ചെയ്യണം. അവനാണെങ്കിൽ ഒരു കാര്യത്തിനും വയ്യ. ചവറ് കൊണ്ട് കൂട്ടിയിട്ടേക്കുന്നത് അതുപോലും വാരിക്കളയാതെ എവിടെ പോയിരിക്കുന്നു. ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ വയ്യ. എല്ലാം ഞാൻ തന്നെ ചെയ്യണം. ആടാ പ്രായമായില്ലേ? ഒന്നിനും വയ്യ. അല്ല, എല്ലാരും കേട്ടോ, എനിക്ക് ആളിനെ പിടികിട്ടി. ഇത് അമ്പിളിക്കുട്ടന്റെ മാമനാണ്. അത് എപ്പോഴെന്നറിയാം? ഇപ്പൊ ചവറ് കുട്ടയിൽ വെച്ചില്ലേ, അപ്പൊ ഞാൻ ഫിക്സ് ചെയ്തു. ഉറപ്പാണ് ഇത് അമ്പിളിക്കുട്ടന്റെ മാമൻ. തുറച്ചു വെച്ചാ കേൾക്കുന്നില്ല വാർത്തകളൊന്നും. ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. പ്രശസ്ത നർത്തകി ലിയോണ അന്തരിച്ചു. അറ്റാക്കായിരുന്നു മരണകാരണം. ആഹാര രീതി ശരിയായിട്ടുണ്ട്. പല അറ്റാക്കുകളും വരുന്നുണ്ട്. ഒരു കൂട്ടം തെരുവ് പട്ടികൾ അറ്റാക്ക് ചെയ്യുകയായിരുന്നു. ചിതാഭസ്മം വർക്കല പാപനാശത്തിൽ നിമഞ്ജനം ചെയ്യാനിരിക്കെ മോഷണം പോയി. ചിതാഭസ്മം മോഷണം പോയാ? അതേത് വേണ്ടടാ ചിതാഭസ്മൊക്കെ മോഷ്ടിക്കുന്നവന്. എല്ലാരും ഉണ്ടല്ലോ. പിന്നെ മറ്റേ സിനിമാടി മരിച്ചറിഞ്ഞ ലിയോണ നർത്തകി ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഇതുവരെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ പാവനാശത്ത് കാറ്റ് കൊള്ളാൻ പോയിരുന്നപ്പോ അവിടെയാണ് ചിതാ മറ്റേ പപ്സ് എന്തോ പറയുന്നത് അതോ ഒഴുക്കാൻ കൊണ്ടുവന്നത്. ഞാൻ അതിന്ന് കുറച്ച് കൈയിട്ട് ഒരു ഡപ്പിലാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി എന്റെ കൂടെ കാണും എന്നും ലിയോണ. അയ്യോ കണ്ടാ, വിളക്ക് വെച്ച് പൂജിക്കണം. ഹലോ ഹലോ ഹലോ, നോർത്ത് സ്റ്റേഷൻ എസ് ഐ ആണേ. പറയൂ. അമ്പിളിക്കുട്ടല്ലേ? അമ്പിളിക്കുട്ടനാണ്. നിങ്ങളെ പറ്റി ഒരു പരാതി കിട്ടിയിട്ടുണ്ടല്ലോ. എന്തോ സാറേ? നാട്ടുകാർ മൊത്തം ഉപദ്രവം ഉണ്ടാക്കുകയാണെന്ന്.
നിങ്ങളുടെ കാര്യം ചെയ്യ്, നാളെ രാവിലെ 10 മണിക്ക് സ്റ്റേഷനിൽ പറഞ്ഞാൽ എനിക്കൊന്ന് കാണണം. അല്ല ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളെ കുറിച്ച് എനിക്ക് പരാതി കിട്ടിയിട്ടുണ്ട്. നിങ്ങളും നാട്ടുകാരെ ഉപദ്രവിക്കുന്നു, അതായത് വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നവർ ഉപദ്രവിക്കുന്നു, ഹെൽമെറ്റ് വെക്കാതെ പോകുന്നവർ ഉപദ്രവിക്കുന്നു. ഞാൻ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടാൻ വന്നിട്ടുണ്ടോ? എന്താ നിങ്ങൾ എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? എന്ത് പറഞ്ഞാലും നാളെ രാവിലെ 10 മണിക്ക് സ്റ്റേഷനിൽ പറഞ്ഞാൽ എനിക്ക് തന്നെ കാണണം. ശരി, ഒരു കാര്യം ചെയ്യാം. നാളെ ഞാൻ 10 മണിക്ക് സ്റ്റേഷനിൽ വരാം. മറ്റന്നാ ഒരു രാവിലെ ഒരു 10 മണിക്ക് സാർ എന്റെ വീട്ടിലോട്ട് പോവാം. എനിക്ക് സാറിനെ ഒന്ന് കാണണം. പിന്നെ ഞാൻ എടുത്തോളാം. അയ്യോ, 78 കിലോ കൊണ്ട് എടുത്താ പൊങ്ങലെന്നുള്ള കൗണ്ടർ പറയാൻ മറന്നു. കുഴപ്പമില്ല, അടുത്ത സ്കിറ്റ് പിടിക്കാം. മാമ ചന്ദ്രമാമ കണ്ട്, ഓ മാമ മാമ മാമൻ ചന്ദ്രമാമ. ഇതിന്റെ ഇടയിൽ എന്തോന്ന്? എന്റെ ഗുളിക തപ്പിയത്. പുലി എവിടെ? നീ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചു വയ്ക്കുമല്ലോ, കാണാനില്ല. ഞാൻ അടുത്തൊന്നുമില്ലെന്ന്. ഞാൻ എടുത്തൊന്നുമില്ല. നീ എവിടെ പോയിരുന്നു? ഞാന് ഒരു ജോലിക്ക് ഇങ്ങനെ ശ്രമിച്ചോണ്ടിരിക്കുകയാണ് ഗൾഫിൽ. അപ്പൊ പാസ്പോർട്ട് ഓഫീസിൽ ഇത് കൊടുക്കണമായിരുന്നു, പാസ്പോർട്ടിന്റെ ഒക്കെ. ഓ ശരി. അപ്പൊ ഞാൻ അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു പാസ്പോർട്ട് ഓഫീസിൽ. അവർ ഇന്നലെ വിളിച്ചിരുന്നു, എന്തോന്ന്? പാസ്പോർട്ടിന്റെ ഫോട്ടോ കിട്ടി. വെറുതെ ഗൾഫിൽ മണലാനത്തിൽ പോയി കിടന്ന് കഷ്ടപ്പെടണോ, വല്ല സിനിമയിലും അഭിനയിച്ചൂടെ, സുന്ദരനല്ലേ? Ready, 1, 2, 3, 4. ജോലിക്ക് വല്ലതും പോകാൻ പറഞ്ഞപ്പോ പാസ്പോർട്ട് എടുക്കാൻ പോയി. പാസ്പോർട്ട് എടുക്കാൻ പറ്റും, അങ്ങ് വിളിച്ചേക്കരുത് നിന്നെ. എന്നെ ഗൾഫിൽ ജോലിക്ക് വിളിച്ചിട്ടുണ്ട്. നീ കാരണം എനിക്കൊരു ജോലി ഇവിടെ നിവൃത്തിയില്ലാത്ത. എടാ, ആ ബാത്റൂമിലൊക്കെ വെള്ളം എടുത്ത് വെക്കാൻ പറഞ്ഞില്ല, നീ ചെയ്തായിരുന്ന? എനിക്ക് ഒറ്റ കിടത്തോണ്ട് പോകാൻ പറ്റുമോ? കക്കൂസിൽ രാവിലെ ഞാൻ പെടാപ്പാട് വിട്ടാണ് വെള്ളം എടുത്തോണ്ട് പോയത്. എടാ, കക്കൂസിൽ ചെന്നിരുന്നപ്പോഴേ പുറകിന്നൊരു വിളി. ഇത്രയും പ്രായമില്ല, ഇനി നമ്മള് പിടിച്ചാലും നിൽക്കും. പുറകിലത്തെ വീട്ടുകാർ കിടന്ന് വിളിക്കുന്നു. അവരെ വീടിന്റെ അതിലല്ലേ നമ്മുടെ കക്കൂസ് ഇരിക്കണം, ഇളക്കി മാറ്റാൻ. പക്ഷെ എനിക്കൊരു ഉപകാരം, ഞാൻ മിണ്ടാതിരുന്ന് കേട്ടോ. പിന്നെ അവിടെ ഇരുന്നപ്പോഴാണ് എനിക്കൊരു കഥ ഓർമ്മ വന്നു. സിനിമയ്ക്ക് പറ്റിയ ത്രെഡ്. അതുവഴി എനിക്ക് സിനിമയിൽ കയറാം. ഞാൻ കക്കൂസിൽ പോയിട്ട് വരട്ടാ. എന്തിന് കക്കൂസിനകത്ത് വഴിയോട്ട് വെച്ചേക്കുന്നില്ല സിനിമയിൽ കയറാൻ? കക്കൂസിലോട്ട് പോയിട്ട് വരട്ടാന്ന്. നിനക്ക് സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഒരു അന്ന് നിനക്കൊന്നും അറിയില്ല. ആര് പറഞ്ഞു? നിനക്കൊന്നും അറിയില്ല. ഞാനും സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. ആഹാ, ഞാൻ മറ്റേ ഈ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ പോകും. ജൂനിയർ ആർട്ടിസ്റ്റ്. ജൂനിയർ അതെ. ഓ, പക്ഷെ നല്ല ശമ്പളമാണ് ഇപ്പം. എവിടെ ചുമ്മാതാ? 2000 രൂപ ബാറ്റ് ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് 20 രൂപ ടാറ്റേ ഉള്ളായിരുന്നു. അത് ടാറ്റ എന്നല്ല, ഇങ്ങോട്ട് വരല്ലേ വരല്ലേ എന്ന് പറഞ്ഞാണ്. ആഹാരം വല്ല മഴയ്ക്ക് എടുത്ത് എനിക്ക് ഉണ്ടാക്കിത്താ. ആഹാരം ഒന്നും വേണ്ട, എനിക്ക് വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണോ? വെള്ളം മാത്രമേ കുടിക്കാതെ, വേറൊന്നും ചേർക്കരുത്. ഞാൻ വെള്ളം അടിയൊന്നും ഇല്ലെന്ന് മാമൻ അറിയാലോ. വെള്ളം അടിയില്ല. വെള്ളം കുടിച്ചോളൂ. ഞാൻ പിടിക്കുന്നുണ്ട്. ഞാൻ കട്ടിന്റെ അടിയിൽ നിന്ന് കുറെ ചേട്ടിന്റെ കുറ്റി കിട്ടി. വെള്ളം അടിയില്ല. ഞാൻ കൊണ്ടുവച്ചാ ചുമ്മല്ലേ വെള്ളം അടി ഇല്ലെന്നൊക്കെ പറഞ്ഞത്. എന്തോ പുതിയ സംഭവം തുടങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മൂക്കുപ്പൊടി തന്നെ. തീർന്നു കേട്ടാ. ഈ മാമൻ ഇതെവിടെ പോന്നു? കണ്ണ് തപ്പിയാ മുങ്ങും മാമൻ. എവിടെ പോയെന്തോ? ముందిరి చారులో రంగాని తిరివేగంగా ഇത് പ്രാന്താണ് ഇങ്ങേർക്ക്. ഇവർക്ക് ഈ സിനിമ നേരത്തെ പറഞ്ഞില്ല, ഭയങ്കര സിനിമാ മോഹിയാണ്, അഭിനയിക്കണമെന്ന്. അതായത് ഓരോ കോനാമ്പീറ്റുകൾ കാണിക്കുന്നതാണ്. ചുമ്മാ അരി മാമ, ആളിൽ ആയിരിക്കും ഭ്രാന്തായിരിക്കും. എന്നെ മനസ്സിലായില്ലേ? എന്നെ മനസ്സിലായില്ലേ? ഞാൻ പ്രശസ്ത നർത്തകി ലിയോണ. ആര്? ലിയോണ. ചുമ്മാ എന്നെ കളിയാക്കാൻ വേണ്ടി മാമ ഓരോന്ന് പറയുന്നു. മാമനാണ് ചന്ദ്രമാമൻ. നിങ്ങളുടെ ചന്ദ്രമാമ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് എന്റെ ചിതാഭസ്മം എടുത്ത് മൂക്കിൽ വലിച്ചു. അതാ പറഞ്ഞ വലിച്ചു. അപ്പോഴാ ഞാൻ ഇങ്ങനെ വന്നത്. അപ്പൊ ഇത് പ്രശസ്ത നടി ലിയോണ. എന്റെ ആരാധന കഥാപാത്രം. എനിക്ക് എന്ത് ഇഷ്ടമെന്ന് അറിയാമോ? ആണോ? പിന്നെ എല്ലാവർക്കും അതേപോലെ ഭയങ്കര ഇഷ്ടം. എന്നെ വിട്ട് എങ്ങും പോവല്ലേ. എവിടെ പോവാൻ? എപ്പോഴും ഇവിടെ തന്നെ കാണണം. ഉറപ്പായിട്ട് ഇവിടെ തന്നെ കാണും. എനിക്കത് മതി. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ പിന്നെ ആഹാരം ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് കുറെ നേരമായി. ആഹാരം ഉണ്ടാക്കി തരണില്ല. അല്ല, അപ്പൊ ഇത് വേണ്ട, മറ്റേത് മതി. അത് മറ്റേത് മതി. അത് അയ്യോ, അത് പോയാ. എന്തിന്റെ കുഴപ്പമാടാ? ലിയോണ. മോണ ഞാൻ പിടിച്ചു പറയും. മരിച്ചൊരു നടുവും വയ്യ. അത് ശരി. എന്താ തുമ്മിയാ വരും.
തുമ്മിയാ പോ, ഇനി തുമ്മാതെ നോക്കണം. പറയുന്നേ അയ്യോ എനിക്കേ ഞാൻ ഇതുവരെ കല്യാണം ഒന്നും കഴിച്ചില്ല കേട്ടോ. അതിന്റെ തെറ്റാണോ? അല്ല അപ്പൊ ഇനിയേ എന്റെ കൂടെ അങ്ങ് ജീവിച്ചൂടെ? കള്ള്. അത് തന്നെ. ഇവിടെ എത്രയോ കല്യാണ പെണ്ണ് ഞാൻ കണ്ടെന്നറിയാമോ? പക്ഷെ ഓരോ പെണ്ണിനും എന്നെ ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ ഞാൻ ഇനി തൊട്ട് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. പിന്നെ എനിക്കൊരു മാമനുണ്ട് ഇവിടെ, ഒരു പേട്ട് കിളവൻ. അങ്ങനെ ആദ്യം അടിച്ചു കൊല്ലണം, എന്നാ മാത്രമേ എന്റെ കല്യാണം വൃത്തിയായിട്ട് നടക്കുള്ളൂ, എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനും പറ്റത്തുള്ളൂ. എന്റെ പെൻഷന്റെ പാതി മൊത്തം കൊണ്ടുപോയിട്ട് പട്ടി എന്നെ കൊല്ലണോ? എന്നടാ എന്റെ കണ്ണുമ്പേ കണ്ടുപോയത്. എവിടെയെങ്കിലും പോയി ഏതെങ്കിലും പെണ്ണുങ്ങളെ കൂടെ കൂട്ടും കൂടിയിട്ട് വന്നിരിക്കുന്നു. മറ്റേ അതിനെ കൊണ്ടുപോവാ. അതിനെ കൊണ്ടുപോരാ. എന്റെ അടുത്ത് വിട്ട് എന്റെ കണ്ണുമ്പേ ഇനി കാണരുത്, ഇറങ്ങി പൊക്കോ. എവിടെ പോകുന്നു? പിന്നെ എന്തെങ്കിലും കഴിക്കാൻ വേണോ? വേണം. വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? എനിക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് ഒരു ഉമ്മ വന്നോട്ടെ. എനിക്കോ വേണോ? അത് വേണം. പിന്നെ പോരെ? ഇപ്പൊ വേണം. തന്നോട്ടെ. ശരി ആയിക്കോട്ടെ. വേണ്ട. തീരെ വയ്യാടാ എനക്ക്. മുട്ടി നിൽക്കാനല്ലേ രാത്രി എന്റെ അടുത്ത് വന്ന് കടന്നു പോകരുത്. ഇനി പറയാൻ പറ്റുന്ന കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. എനിക്ക് മതിയാടും ചെറുക്കൻ. മാമനെ ഒന്ന് തുമ്മി. തുമ്മാനാ? ഒന്ന് തുമ്മി നോക്കി. തുമ്മൽ നോക്ക്. തുമ്മല് വരുന്നില്ല. വരുന്നില്ലേ? ഇല്ല. ആരും എന്തോന്ന് നല്ല മണം ഉണ്ട്, ഒന്ന് മണപ്പിച്ചു നോക്കിയാണ്. പിന്നെ പറ വിശേഷങ്ങളൊക്കെ. പിന്നെ ആഹാരം എന്തെങ്കിലും കൈവച്ച് ഉണ്ടാക്കിയിട്ട് ആദ്യമായിട്ട് എന്നെ കണ്ടില്ലേ? അയ്യോ ഓരോരോ ആഗ്രഹങ്ങൾ പറയുന്നത്. ഞാൻ വല്ലതും ഉണ്ടാക്കിയിട്ട് വരാം. പെട്ടെന്ന് കൊണ്ടുവാ. എന്താ വേണ്ടത്? എന്തായാലും മതി. എന്തായാലും മതി. എന്തും കഴിക്കും. കൊണ്ടുവരാ. ആഹാരം ഉണ്ടായിക്കൊണ്ട് വെച്ചില്ല ചെറുക്കൻ. ഈ കളവ ഇറങ്ങി പോകത്തുമില്ലല്ലോ മനുഷ്യനെ ഉണ്ടായിക്കൊണ്ട് വാ. അല്ല അല്ലേ ഞാൻ തന്നെ ഉണ്ടാക്കാം. ദോശ ഉണ്ടാക്കാം. അല്ല അതെന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇനി മാമൻ തുമ്മരുത്. ലിയോണ വന്നു കഴിഞ്ഞാൽ പിന്നെ തുമ്മാനെ സമ്മതിക്കും. അതാണ് വേണ്ടത്. അഞ്ഞ് വരട്ടെ, ഇനി ഞാൻ നോക്കിക്കോളാം. എന്റെ ലിയോടെ കൊണ്ട് പോയേക്കോ അടുക്കളയിലോട്ട്. इतनी टक्कर मुल्ली तेरी से हमका കൊള്ളാം. പറയേ. ഇനി പോവല്ലേ? അതിൽ പോവില്ല. ഇനി ലിയോണ തുമ്മാതെ ഞാൻ നോക്കിക്കോളാം. ഞാൻ തുമ്മിയ എനിക്ക് പോവില്ല, കളവ് പറ്റും. അല്ലെങ്കിൽ ലിയോണ എപ്പോഴും എന്റെ കൂടെ കാണും. ഇനി ഒന്നും പറയണ്ട, നമ്മള് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് തന്നെ. ദോശ ഉണ്ടായിക്കൊണ്ടിരാൻ പറഞ്ഞിട്ട് ദോശ ഉണ്ടാക്കാൻ എത്ര പാടാ. മാമ ഒരു കാര്യം, മാമ ഒന്ന് തുമ്മിയേ. എനിക്ക് തുമ്മണ്ട. ഒരു വട്ടം ഒന്ന് തുമ്മി. നീ തുമ്മാൻ പറഞ്ഞ എന്തോ ഒരു കുഴപ്പമുണ്ട്. ഒന്നുമില്ലെന്ന്. ഒന്നുണ്ട്. അവിടെ ഇരിക്കുന്ന സാധനം നോക്കിയാണ്. അതുകൊണ്ട് അവിടെ എന്തോന്നടാ അത്? സന്തോഷായില്ലേ? സന്തോഷമായി. പിന്നെ അവിടെ ഇരി. ഇനി ലിയോണ തുമ്മരുത്. അങ്ങനെ ഇപ്പൊ ഞാൻ തുമ്മാൻ പാടില്ല. ഇനി ലിയോണ തുമ്മരുത്. ഓ ഇത്രയും ബുദ്ധിമാനായ ചേട്ടൻ്റെ കൂടെ ജീവിക്കാൻ എന്ത് ഭാഗ്യമല്ലേ. വിട്ടുകൊടുക്കൂല. ഇനി ലിയോണെ ഞാൻ മാമനെ വിട്ടുകൊടുക്കത്തില്ല. ഇനി പോവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ലിയോണെ എനിക്ക് വേണം. ലിയോണെ എനിക്ക് വേണം. അമ്പിളിക്കുട്ടൻ പാവാ, അമ്പിളിക്കുട്ടൻ പാവാ, അമ്പിളിക്കുട്ടൻ പാവാ. തൊലച്ച് എന്താ എവിടെ പോണേ? അല്ല മാമൻ ഈ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വരുന്നതാ. എങ്ങനെ? ഇങ്ങനെ ഞങ്ങള് കണ്ടതാണല്ലേ മാമൻ മര്യാദയ്ക്ക് മാമന്റെ മുഖത്ത് പൊത്തിപ്പിടിച്ച് മാമനെ കൊന്നത്. അയ്യോ ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. എനിക്ക് അത്യാവശ്യമായിട്ട് തമിഴ്നാട് വരെ പോവാണ്ട് കേട്ടോ. പോയിട്ട് വരെ. കുഴപ്പമില്ല, മാമൻ എനിക്കോളും. അയ്യോ മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എല്ലാ ഈ അമ്പിളിക്കുട്ടൻ എവിടെ പോയത്? എന്തൊക്കെ ഡ്രസ്സ് തന്നെ വലിച്ചാരി ഉടുപ്പിച്ചേക്കണ്. ഇവനെ പ്രാന്താണ്. ഒരു ബോധമില്ലാത്ത ചെറുക്കൻ തന്നെ അല്ലേ. എന്തൊക്കെ കാണിക്കണോ. അമ്പിളിക്കുട്ടൻ ചേട്ടൻ പോയ ഗ്യാപ്പിൽ അദ്ദേഹത്തിന് വേണ്ടി ഇനി ഞാൻ ഇത് ചെയ്തോളാം.